ഗായകൻ കൃഷ്ണചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. കൃഷ്ണേട്ട കേൾക്കാമോ? നമ്മൾ എസ് ജാനകി എന്ന ഗായികയെ കുറിച്ച് ഓർക്കുകയാണ്. അവരുടെ ഗാനങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കുകയാണ്. ഈ സമയത്ത് കുറേ ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും താങ്കൾക്കെന്നറിയാം. ഈ സമയത്ത് എന്താണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ഓർമ്മ? ആദ്യത്തെ ഓർമ്മ എന്നൊക്കെ പറയാ ചെറുപ്പത്തില് ജാനകിയമ്മയുടെ പാട്ടുകൾ കേട്ടത് തന്നെയാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ആദ്യം പാടിയ മലയാളത്തിലും ആദ്യം പാടിയ തമിഴ് സിനിമയിലും ജാനകിയമ്മയാണ് എന്റെ കൂടെ പാടിയിട്ടുള്ളത്. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മലയാളത്തില് ദാസേട്ടന്റെയും ജാനകിയമ്മയുടെ കൂടെ നിന്ന് പാടാനുള്ള ഒരു അവസരം ആദ്യത്തെ സിനിമയിൽ കിട്ടി, ഇണ എന്നുള്ള സിനിമയിൽ. തമിഴില് കോഴിക്കോട് ഇത് കേട്ട ഉടനെ എനിക്ക് ഭയങ്കര ന്യൂസ് കേട്ട ഉടനെ എന്റെ സൗണ്ടും എല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ള ശബ്ദം വെച്ച് കേൾക്കുക അത്രേ നിവൃത്തിയുള്ളൂ. കാരണം ജാനകിയമ്മ നമ്മുടെയൊക്കെ അമ്മ തന്നെയായിരുന്നു. വേറെയുള്ള സീനിയേഴ്സുമായിട്ടൊക്കെ അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും ജാനകി അമ്മ നമ്മളോട് കാണിച്ചിരുന്ന ആ സ്നേഹവും അതൊരു ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് അതായിരുന്നു ജാനകി അമ്മ. ഒരു 2-3 ആഴ്ച മുമ്പേയും കൂടി ഞാൻ അവസാനമായിട്ട് അതാണ് വാട്സപ്പില് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജ്, അതായിരുന്നു അവസാനം. അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ മൈസൂരിൽ പോയി കാണണം, മൈസൂരായാലും ഹൈദരാബാദിലായാലും പോയി കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാൻസ് അല്ലല്ലോ അവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. ബാക്കിയൊക്കെ രവിയൊക്കെ അവിടെ ഇരിക്കുന്നില്ലേ, അവര് പറയും. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വെരി സോറി. എനിക്ക് മനസ്സിലായി താങ്കൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ആ കാര്യം താങ്കളുടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇപ്പൊക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജാനകിയമ്മേനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ സ്നേഹം, ആ കരുതൽ, അത് എത്രത്തോളം ഉണ്ട് എന്ന ആ ചിത്രം അത് കാണുന്നവർക്ക് മനസ്സിലാവും. പറയാനില്ല. ജാനകിയമ്മയെ പോലെ എന്റെ കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് ജാനകിയമ്മ. എന്റെ റിസപ്ഷന് ജാനകിയമ്മയും രാമപ്രസാദ് സാറും എന്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങൾക്കും ജാനകിയമ്മ ഉണ്ടായിരുന്നു. ജാനകിയമ്മയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ജാനകിയമ്മയുടെ വീട്ടിന്റെ ഗൃഹപ്രവേശത്തിനൊക്കെ ഞാനും പോയിരുന്നു. പക്ഷെ കുറച്ചു കാലമായിട്ട് അവരുടെ മകൻ മരിച്ചതിന് ശേഷം ജാനകിയമ്മ ഡള്ളായിരുന്നു. മുരളി മരിച്ചതിന് ശേഷം മുരളിയുടെ മകള് അമേരിക്കയിൽ വെച്ച് മരിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ജാനകിയമ്മ വളരെ ഡള്ളായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ എന്താ പറയാ, ഈ മഹാന്മാരായിട്ടുള്ള ആൾക്കാരില്ല, അവരൊക്കെ നമ്മളെ വിട്ടു പോകുമ്പോ നമ്മളൊക്കെ ജനിച്ചു വീണ പോലെ കേൾക്കുന്ന ശബ്ദങ്ങളാണ്. ഇപ്പൊ ജയേട്ടൻ പോയി, SPB പോയി, വാണി ജയറാം പോയി, ഇപ്പൊ ജാനകിയമ്മയും പോയി. ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമുക്കൊക്കെ ഇനി എന്താന്ന് ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല. കാരണം അവരുടെയൊക്കെ പാട്ട് കേട്ടാണ്, അവരുടെയൊക്കെ പാട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നാണ് നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചത്. അല്ല, അവരുടെ പാട്ടുകൾ ഇനിയും നമ്മുടെ മനസ്സിലുണ്ടാവും, അതില്ലാന്നല്ല. എന്നാലും ആ ദേഹവിയോഗം എന്നുള്ളത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീരെ പ്രതീക്ഷിച്ചില്ല, അതാണ് പറ്റിയത്. എനിക്കറിയാം താങ്കൾക്ക് ഇത് ഈ സമയം സംസാരിക്കുന്നത് തന്നെ, താങ്കളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ തെറ്റാണെന്ന് ബോധ്യമുണ്ട്. ഓർമ്മകളാണ് അതുകൊണ്ട് സംസാരിക്കുന്നത്. ശ്രീ രവി മേനോൻ, ഈ എസ് ജാനകി എന്ന ഗായികയെക്കുറിച്ച് പറയുമ്പം ഈ പലരും ഈ ഗായികമാരല്ലെങ്കിൽ ഗായകന്മാർ പറയും അവരുടെ ആ ശബ്ദം, അവരുടെ ശബ്ദമാണ്, ആ ശബ്ദം നിലനിർത്താൻ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറയും. പക്ഷേ എപ്പോഴും ജാനകിയമ്മയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാറില്ല, ഇത് ദൈവദത്തമാണ്, ഞാൻ സ്റ്റേജിലേക്ക് പോകും, ബാക്കി ദൈവം നോക്കിക്കോളും, ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, കൂൾ ഡ്രിങ്ക്സ് കഴിക്കാറില്ല, ഇത് മാത്രമേ ഞാൻ അതിനു വേണ്ടി ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ജാനകി തന്നെ പറയാറുണ്ട്, അവർ ശാസ്ത്രീയ സംഗീതത്തിൽ അടിസ്ഥാനമൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീത പരിശീലനം നേടാതെ തന്നെ ഒരു ഗായികയായിട്ട് മാറിയ ആളാണ്. അവർ ആദ്യമായിട്ടൊരു ഭാഗവതരെടുത്ത് പഠിക്കാൻ ചെന്നപ്പോൾ 1-2
പാട്ടുകൾ പാടിയ ശേഷം ഭാഗവതർ പറഞ്ഞു ഇനി നിങ്ങളെ ഒന്നും പഠിപ്പിക്കാനില്ല എന്ന് പറഞ്ഞു വിടുകയുണ്ടായതെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ആദ്യകാലങ്ങളിൽ അത് അത്ഭുതം തോന്നാം നമുക്ക് പലപ്പോഴും പല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മർഫി മെട്രോ തുടങ്ങിയിട്ടുള്ള മത്സരങ്ങൾ. ഈ മത്സരങ്ങളിലൊന്നും അവർ ഒന്നാം സ്ഥാനം നേടിയിട്ടില്ല. പലപ്പോഴും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് അവർ മനോഹരമായിട്ട് പാടിയിട്ട് പോലും രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടുകയുണ്ടായത്. ആ സമയത്ത് അവർ വളരെ ഷോക്ക്ഡായിരുന്നു. ഈ പരാജയങ്ങൾ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക, അതിൻ്റെ സംഗീത ജീവിതത്തിന് അത് ഒരിക്കലും ഒരു പ്രോത്സാഹനമല്ലോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നീട് അവർ ഒരു ചലച്ചിത്ര പിന്നണി ഗായികയായിട്ട് വന്ന സമയത്ത് ഏത് ശാസ്ത്രീയ സംഗീതജ്ഞയെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് പാടാൻ കഴിഞ്ഞു. എത്രയോ സെമി ക്ലാസിക്കൽ പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട് മലയാളത്തിൽ തന്നെ. ഏത് രാഗമാണെങ്കിലും അവർ തന്നെ പറയാറുണ്ട് രാഗം ഏതാണെന്ന് എനിക്കറിയില്ല, കമ്പോസർ ആ പാട്ട് പഠിപ്പിച്ചു തരുന്നു, അത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പാടാൻ ശ്രമിക്കുന്നു, ഇത്രയേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ല എനിക്കൊരു ശാസ്ത്രീയ സംഗീത ജ്ഞാനം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു അൾട്ടിമേറ്റ് പ്രൊഫഷണലായിട്ടുള്ള ഒരു സിംഗറായിരുന്നു. ഒരു കമ്പോസർ പാടിക്കൊടുത്തു അത് ഒപ്പിയെടുത്ത് പാടാൻ കഴിയുന്ന ഒരു സിംഗറായിരുന്നു അവർ. ഇപ്പം നമ്മുടെ കൂടെ ശ്രീദേവി മേനോൻ, നമ്മുടെ കൂടെ കൃഷ്ണേന്ദ്രൻ കൂടി ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായ അടുപ്പുള്ള ആളുകളാണ്. കൃഷ്ണേന്ദ്രനെ തീർച്ചയായിട്ടും പറഞ്ഞോളൂ. കൃഷ്ണേന്ദ്രനും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേദന, അദ്ദേഹത്തിൻ്റെ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ആരാധകൻ എന്ന നിലയിലാണ് അവരെ കാണുന്നത്. പക്ഷേ കൃഷ്ണേന്ദ്രൻ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം ഒപ്പമാണ് സഞ്ചരിച്ചിട്ടുള്ളത്. എത്രയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എനിക്കിപ്പോഴും ആ ഫോട്ടോ ഓർമ്മയുണ്ട്. ഇളയരാജയുടെ ഒരു ഗാനമേളയിൽ എസ് ജാനകിയും കൃഷ്ണേന്ദ്രനും ഒരുമിച്ച് നിന്ന് പാടുന്ന ഒരു മനോഹരമായ ഒരു ചിത്രം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ഒരു നല്ല വ്യക്തി കൂടി ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അങ്ങനെ അല്ലാത്ത വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ജാനകിയമ്മയെ സംബന്ധിച്ച് അവരിലെ വ്യക്തിയാണോ അവരിലെ ഗായികയാണോ മുന്നിൽ നിൽക്കുന്നത് പറയാൻ പറ്റില്ല. അത്രയും സുതാര്യമായൊരു വ്യക്തിത്വമായിരുന്നു. ഒരു ഗായിക ആരായാലും ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൂടെ പാടുന്ന, സ്റ്റേജിൽ പാടുന്ന, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന് പാടുന്ന ഒരു പുതിയ സിംഗറെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ എന്താ പറയുക അത്ഭുതത്തോടെ നോക്കി, ഞാൻ തന്നെ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ വെറുതെ പാടിയാൽ പോലും അവർ അത്രയും മനോഹരമായി അവർ നന്നായി പാടണം, അസലായി പാടണം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, നല്ലൊരു ചിത്രകാരി അവരിലുണ്ട്. നല്ലൊരു കലാബോധമുള്ള നല്ലൊരു ചിത്രകാരിയുണ്ട്. എൻ്റെ ഒരു ചിത്രം ഒരിക്കലും അവർ വരച്ചയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രിഷ്യസ് ആയിട്ട്. അതുപോലെ വേറൊരു എൻ്റെ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ളൊരു സ്വത്ത് എന്ന് പറയുന്നത് അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1960s ഒരു സിനിമയിൽ വന്ന കാലത്ത് അവർ ലതാ മങ്കേഷ്കറുടെ ഒരു ആരാധിക കൂടിയായിരുന്നു. ലതാജി പാടിയിട്ടുള്ള പാട്ടുകളുടെ റെക്കോർഡ്സ് ഒരു ഗ്രാംഫോണിൽ ഉറക്കെ വെച്ച് അതിൻ്റെ ഈ ഓർക്കസ്ട്രൽ പാർട്ട് വരുമ്പോൾ അതിൻ്റെ വോളിയം കൂടും, അതിൻ്റെ വോയിസ് വരുമ്പോൾ താഴ്ത്തിയിട്ട് ആ സ്ഥലത്ത് അവർ പാടിയിട്ട്, ലതാജിക്ക് വരെ ആ പാട്ടുകൾ അവർ പാടിയിട്ട് അത് വേറൊരു കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് അപൂർവമായിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. അങ്ങനെ ഒരു കാസറ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജാനകിയമ്മ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് അവർ പോയി എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഗായകരൊന്നും ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ലല്ലോ. കാരണം എന്നും ഈ പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർക്ക് മരണമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മള് എസ് ജാനകി എന്നല്ല ആരും പറയാറ്, ജാനകി അമ്മയാണ്. എല്ലാവർക്കും ജാനകി അമ്മയാണ്. അതെന്തുകൊണ്ട് ആ അമ്മ എന്നുള്ളൊരു ഗാനമുണ്ട്, തുമ്പി വാ തുമ്പക്കുടത്തിൽ. ആ പാട്ട് ഒരു അമ്മയുടെ സ്നേഹം അറിഞ്ഞ ആർക്കും ഒരു തവണയെങ്കിലും മൂളാത്ത മലയാളി ഉണ്ടാവുമെന്ന് സംശയമാണ്.